1 ദിനവൃത്താന്തം 1-ാം അധ്യായം. ആദം മുതൽ അബ്രാഹം വരെ. ആദം, സേത്ത്, എനോഷ്, കേനാൻ, മഹലലേൽ, യാരദ്, ഹെനോക്ക്, മെത്തൂസലഹ്, ലാമക്, നോഹ, ഷേം, ഹാം, യാഫത്ത്. യാഫത്തിൻ്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബാൽ, മെഷക്ക്, തീരാസ്. ഗോമറിൻ്റെ പുത്രന്മാർ അഷ്കനാസ്, ദീഫത്ത്, തോഗർമ. യാവാൻ്റെ പുത്രന്മാർ എലീഷ, താർഷിഷ്, കിത്തീം, റോദാനിം. ഹാമിൻ്റെ പുത്രന്മാർ കുഷ്, ഈജിപ്ത്, പുത്ത്, കാനാൻ. കുഷിൻ്റെ പുത്രന്മാർ സേബ, ഹവില, സപ്ത, റാമ, സപ്തെക്ക. റാമായുടെ പുത്രന്മാർ ഷെബ, ദദാൻ. കുഷിന് നിമ്രോദ് എന്നൊരു പുത്രനുണ്ടായി. അവൻ പ്രബലനായി. ഈജിപ്തിൽ ലൂദിം, അനാമിം, ലഹാബിം, നഫ്തുഹിം, പത്രുസിം, കസ്ലൂഹിം, കഫ്തോറിം എന്നിവർ ജാതരായി. കസ്ലൂഹിം ആണ് ഫിലിസ്ത്യരുടെ പിതാവ്. സീദോൻ കാനാൻ്റെ ആദ്യജാതനും ഹേത്ത് ദ്വിതീയനും ആയിരുന്നു. ജബൂസ്യർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കിയർ, സീനിയർ, അർവാദിയർ, സെമറിയർ, ഹമാത്യർ എന്നിവരും കാനാനിൽ നിന്ന് ഉത്ഭവിച്ചു. ഏലാം, അഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം, ഊസ്, ഹൂൽ, ഗേദർ, മെഷക് എന്നിവർ ഷേമിൻ്റെ പുത്രന്മാരായിരുന്നു. അർപ്പക്ഷാദ് ഷേലാഹിൻ്റെയും ഷേലാഹ് ഏബറിൻ്റെയും പിതാവാണ്. ഏബറിന് പേലഗ്, യോക്താൻ എന്നീ 2 പുത്രന്മാർ. പേലഗിൻ്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത്. യോക്താൻ്റെ പുത്രന്മാർ അൽമോദാദ്, ഷേലഫ്, ഹസർമാവത്ത്, യറോഹ്, ഹദോറാം, ഊസാൽ, ദിക്ല, ഏബാൽ, അഭിമായേൽ, ഷെബ, ഓഫിർ, ഹവില, യോബാബ്, ഷേം, അർപ്പക്ഷാദ്, ഷേലഹ്, ഏബർ, പേലഗ്, റവു, സേരൂഗ്, നാഹോർ, തേരഹ്, അബ്രാം എന്ന അബ്രാഹാം എന്നിവർ ഷേമിൻ്റെ വംശപരമ്പരയിൽ പെടുന്നു. അബ്രാഹത്തിൻ്റെ സന്തതികൾ. അബ്രാഹത്തിൻ്റെ പുത്രന്മാർ ഇസഹാക്കും ഇസ്മായേലും. അവരുടെ വംശപരമ്പര. ഇസ്മായേലിൻ്റെ ആദ്യജാതൻ നെബായോത്ത്, കേദാർ, അദ്ബേൽ, മിബ്സാം, മിഷ്മ, ഭൂമ, മാസ, ഹദാദ്, തേമ, യത്തൂർ, നഫീഷ്, കെദേമ. ഇവരും ഇസ്മായേലിൻ്റെ സന്തതികളാണ്. അബ്രാഹത്തിന് ഉപനാരിയായ കെത്തൂറായിൽ ജനിച്ച പുത്രന്മാർ സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാക്ക്, ഷുവാഹ്. യോക്ഷാൻ്റെ പുത്രന്മാർ ഷെബ, ദദാൻ. മിദിയാൻ്റെ പുത്രന്മാർ ഏഫ, ഏഫർ, ഹനോക്ക്, അബീദ, എൽദ. ഇവർ കെത്തൂറായുടെ വംശത്തിൽപ്പെടുന്നു. അബ്രഹാം ഇസഹാക്കിൻ്റെ പിതാവാണ്. ഇസഹാക്കിൻ്റെ പുത്രന്മാർ ഏസാവ്, ഇസ്രായേൽ. ഏസാവിൻ്റെ പുത്രന്മാർ എലിഫാസ്, റവുവേൽ, യവൂഷ്, യാലാം, കോറഹ്. എലിഫാസിൻ്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫി, ഗദാം, കെനസ്, തിംന, അമലേക്ക്. റെവുവേലിൻ്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ. സെയറിൻ്റെ പുത്രന്മാർ ലോദാൻ, ഷോബാൽ, സിബയോൻ, ആന, ദീഷോൻ, ഏസർ, ദീഷാൻ. ലോദാൻ്റെ പുത്രന്മാർ ഹോറി, ഹോമാം. ലോദാൻ്റെ സഹോദരിയാണ് തിംന. ഷോബാലിൻ്റെ പുത്രന്മാർ അലിയാൻ, മനഹത്ത്, ഏബാൽ, ഷെഫി, ഓനാം. സിബയോൻ്റെ പുത്രന്മാർ അയ്യ, ആന. ആനായുടെ പുത്രനാണ് ദീഷോൻ. ദീഷോൻ്റെ പുത്രന്മാർ ഹംറാൻ, എഷ്ബാൻ, ഇത്രാൻ, കെറാൻ. ഏസറിൻ്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, യാഗാൻ. ദീഷാൻ്റെ പുത്രന്മാർ ഊസ്, ആരാൻ. ഇസ്രായേലിൽ രാജഭരണം തുടങ്ങുന്നതിന് മുൻപ് ഏദോമിൽ വാണ രാജാക്കന്മാർ. ബയോറിൻ്റെ മകൻ ബേല. ഇവൻ ദിൻഹാബ പട്ടണക്കാരനായിരുന്നു. ബേലായുടെ മരണത്തിനു ശേഷം ബൊസ്രാക്കാരനായ സേറഹിൻ്റെ മകൻ യോബാഷ് ഭരണമേറ്റു. യോബാബ് മരിച്ചപ്പോൾ തേമാൻ വംശജരുടെ നാട്ടിൽ നിന്നുള്ള ഹൂഷാം രാജാവായി. ഹൂഷാമിൻ്റെ മരണത്തിനു ശേഷം ബദാദിൻ്റെ പുത്രൻ ഹദാദ് ഭരണമേറ്റു. അവിത് പട്ടണക്കാരനായ ഇവൻ മൊവാബ് ദേശത്ത് വെച്ച് മിദിയാനെ തോൽപ്പിച്ചു. ഹദാദിനു ശേഷം
മസ്രേക്കാക്കാരൻ സംല രാജാവായി. സംലായ്ക്കു ശേഷം യൂഫ്രട്ടീസ് തീരപ്രദേശമായ റഹോബോത്ത് പട്ടണത്തിൽ നിന്നുള്ള സാവുൾ ഭരണമേറ്റു. സാവുൾ മരിച്ചപ്പോൾ അക്ബോറിൻ്റെ മകൻ ബാൽഹനാൻ രാജാവായി. ബാൽഹനാൻ മരിച്ചപ്പോൾ പായ് പട്ടണത്തിൽ നിന്നുള്ള ഹദാദ് രാജാവായി. മെസഹാബിൻ്റെ പൗത്രയും മാത്രദിൻ്റെ പുത്രിയുമായ മെഹത്താബൽ ആയിരുന്നു അവൻ്റെ ഭാര്യ. ഹദാദിൻ്റെ മരണത്തിനു ശേഷം ഏദോമിൽ വാണ പ്രഭുക്കന്മാർ തിമ്ന, അലിയ, യദേത്ത്, ഒഹോലിബാമ, ഏല, പിനോൻ, കെനസ്, തേമാൻ, മിബ്സാർ, മഗ്ദിയേൽ, ഈറാം. ഇവർ ഏദോമിലെ പ്രമുഖരായിരുന്നു. കർത്താവിൻ്റെ വചനം.